പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദാകെ തകർന്നു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനിയൊരിക്കലും ഞാൻ രഞ്ജുവിനെ എൻ്റെ സഹോദരിയെ പോലെ കാണുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഗോവിന്ദ് മുന്നിലേക്ക് പോകുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കാണുന്ന ഗീതു ഗോവിന്ദിനോട് ഇമോഷണലായി എടുത്ത് ചാടരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യവും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഗോവിന്ദിൻ്റെ ഇപ്പോഴത്തെ മനസ്ഥിതി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുത്തു ചാടി ചെയ്യേണ്ടതല്ല. വളരെയധികം ആലോചിച്ച് വേണം ഓരോ കാര്യവും ചെയ്യാൻ എന്നുള്ള കാര്യം മറക്കരുത്. അവർ നമ്മുടെ ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൂടി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗോവിന്ദിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയാണ് ഗോവിന്ദ്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. വിജയലക്ഷ്മിയും അതുപോലെ തന്നെ രഞ്ജുവും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്ന് ഒടുവിൽ ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ഗോവിന്ദ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. യാതൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന അവർ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് രഞ്ജുവിനോട് ക്ഷമ ചോദിക്കാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗോവിന്ദ്. എന്നാൽ ഗോവിന്ദേട്ടൻ എൻ്റെ ചേട്ടനാണ്, എന്നോട് ക്ഷമിക്കേണ്ട ആവശ്യമില്ല എന്നും മാപ്പ് പറയേണ്ട കാര്യവും ഇല്ല എന്ന് തുറന്നു പറയുന്ന രഞ്ജു ഗോവിന്ദിനോട് സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.